ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വാവൻ്റെ KPSC ഫസ്റ്റ് നടക്കുന്നുണ്ട് ചങ്ങരംകുളം സ്കൂളിൽ വെച്ചിട്ട്. അവിടേക്ക് പോവാണ്. ഒപ്പനൊക്കെ ഉണ്ട് കുട്ടി. വാ. അപ്പോൾ എന്താണ്, അതിനുവേണ്ടി പോവാണ്. അവിടെ കാണാം. ഹായ് പറ. ഇതാണ് എൻ്റെ കുട്ടി. ഇതിൻ്റെ അനിയത്തിയാണ്. എനിക്ക് കുറേ കാലത്തിന് ശേഷം ഉണ്ടായ അനിയത്തിയാണ്. അടിപൊളിയായി കളിക്കുക. ഉറപ്പാ ഫസ്റ്റ് ടീയിൽ നല്ലപോലെ കളിക്കണം കേട്ടാ. ഇതാണ് ദാറുസ്സലാം സ്കൂൾ. ഇവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഒപ്പന വേഗം നടക്കുന്ന ഇവൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരുങ്ങാനാണ് പോയത്. അവളെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് തന്നെയാണ് അവരൊരുക്കിയിരുന്നത്. വാവനെ ഞാനാണ് കേട്ടോ ഒരുക്കിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഒപ്പനകളൊക്കെ ഇവളാണ് പുതിയണ്ണായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കളിക്കുക എന്നുള്ളത്. അടുത്തവണ അവൾ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. പിന്നെ കുറേ ലീവൊക്കെ വന്നുകൊണ്ട് കുറേ തെറ്റിക്കുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് വരെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് അവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പുറത്ത് കൊണ്ടുപോയി കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തുകൊണ്ട്. നന്നായി കളിക്കോ നിങ്ങള്? നന്നായി കളിക്കോ ഗൈസ്. ലാസ്റ്റ് അവർ തൊട്ടേനും പിടിച്ചതിനുള്ള തല്ലൊക്കെ തീർത്തതിന് ശേഷം അവർ കളിക്കാൻ പോയി. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. തെറ്റിക്കോ എന്നുള്ള ആ ഒരു ഇതിൽ. അവരുടെ ചെസ് നമ്പർ 2 ആയിരുന്നു. ഇവരെ കഴിഞ്ഞിട്ട് അടുത്തത് അവരാണ് കയറിയത്. ഫസ്റ്റ് കളിച്ച കുട്ടികളാണ്. ചേലിൽ പുന്നാര ഹദീജാബി ചമഞ്ഞുവല്ലോ. അങ്ങനെ ഗൈസ്, നമ്മുടെ കുട്ടികൾ അടിപൊളിയായിട്ട് തെറ്റിക്കാണ്ട് ഫുള്ള് കളിച്ച് തീർത്ത്. അടിപൊളിയായിരുന്നു അവരുടെ പെർഫോമൻസ്. ആ പാരന്റ് പറഞ്ഞത് വളരെ സത്യമാണ്. തക്കം കിട്ടിയ അടി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. ഒന്ന് അടുത്ത് കൂടെ പോയാൽ പോലും അവർ തല്ലാണ്. എന്നിട്ടാണ് ഇത്രത്തോളം സന്തോഷിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് അഭിനയിക്കണത്. അറ്റ് ലാസ്റ്റ് ഗൈസ്, നിങ്ങൾക്ക് ഇനി ഈ ഡ്രസ്സ് ഊരാനുള്ളൊരു മല്ല് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബഹളമായിരുന്നു അവിടെ. വേദന കൊണ്ടും പിന്നെ കുട്ടികൾ ആകെ ടയേർഡായി ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ലേ. ഒരു UKG-യിലാണ് പഠിക്കുന്നത്. മണവാട്ടി LKG-യിലാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് എന്തായാലും അവർക്കുണ്ടാവും.
KG സെക്ഷനിലത്തെ ടീച്ചേഴ്സാണത്. അവർ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കെന്തായാലും ഞങ്ങളോട് താങ്ക് യു പറഞ്ഞ പോലെ തിരിച്ചും താങ്ക്സ്. പിന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ എക്സ്പ്രഷനും പെർഫെക്ഷനും മേക്കപ്പൊക്കെ.